ചെടി ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ അത് കായ്ഫലം തരുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ പൂവിടുന്ന അവസ്ഥയിലോ ഏതൊരു അവസ്ഥയിലും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് മാക്സ്ട്രോൺ ജെല്ലി. തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങയുടെ കാമ്പ് കനം കൂടി നല്ല തൂക്കം കിട്ടാനായിട്ട്, നെല്ലിന് അപ്ലൈ ചെയ്തപ്പോഴൊക്കെ നല്ല തുടുത്ത മണികൾ കിട്ടാൻ. ഞാൻ ഈ ഒരു PLTയുടെ മാക്സ്ട്രോൺ ജെല്ലി എല്ലാ കൃഷിക്കും ഞാൻ അപ്ലൈ ചെയ്യാൻ പറയും. കാരണം എന്താ വെച്ചാൽ ചെടിയുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ ചെടി ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ അത് കായ്ഫലം തരുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ പൂവിടുന്ന അവസ്ഥയിലോ ഏതൊരു അവസ്ഥയിലും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് മാക്സ്ട്രോൺ ജെല്ലി. ഇതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെടിയുടെ സ്ട്രെസ് ഒഴിവാക്കിയിട്ട് ഏതൊരു അവസ്ഥയിലും അതിനെ വളർച്ചയുടെ ഇതിൽ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കായ്ഫലം തരുമ്പോൾ അല്ലെങ്കിൽ പൂവിടുമ്പോൾ കൂടുതൽ പൂക്കൾ, ക്വാളിറ്റിയുള്ള പൂക്കൾ ഉണ്ടാവാനും അത് കൺവേർട്ട് ചെയ്ത് കൊഴിയാതെ കിട്ടാനും നല്ല കായ്ഫലത്തിലേക്ക് അത് മാറാനും തൂക്കം കൂടുതൽ കിട്ടുന്ന ആ ഒരു അതായത് എന്ത് പ്രൊഡക്റ്റ് ആയാലും, മാങ്ങ ആയാലും വാഴയുടെ പഴം കിട്ടായാലും അല്ലെങ്കിൽ നെല്ലിനിപ്പോൾ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ എല്ലാ കായ്ഫലങ്ങൾക്കും അതിപ്പോൾ തേങ്ങയായാലും തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങയുടെ കാമ്പ് കനം കൂടി നല്ല തൂക്കം കിട്ടാനായിട്ട് തെങ്ങ് കാരണം തൂക്കം എല്ലാവർക്കും അത്യാവശ്യമാണ്. കാരണം ഒരു 10 തേങ്ങയ്ക്ക് ഇത്ര കിലോ തൂക്കം എന്നുള്ളത് നമ്മുടെ ഒരു കണക്കുണ്ടാവും. പക്ഷേ ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് തേങ്ങ കൊണ്ട് നമുക്ക് കൂടുതൽ തൂക്കം കിട്ടും. കാരണം ആ കാമ്പ് കനം കൂടുമ്പോൾ തന്നെ എണ്ണയുടെ ഉൽപ്പാദനം കൂടും, നമുക്ക് ചെടിയുടെ റിസൾട്ട് ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയുള്ള സമയമാണല്ലോ അതുപോലെ നെല്ലിന് അപ്ലൈ ചെയ്തപ്പോഴൊക്കെ നല്ല തുടുത്ത മണികൾ കിട്ടാൻ, നല്ല തൂക്കമുള്ളത്, അതായത് ഒരു ഏക്കറിൽ നിന്ന് ഇപ്പോൾ 2.5 ടണ്ണോ 3 ടണ്ണോ ഒക്കെ കിട്ടാൻ പറ്റാവുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ തൂക്കം കിട്ടാനായിട്ട് നമുക്ക് നെല്ലിനെ സഹായിക്കും. അതുപോലെ വാഴയാണെങ്കിൽ വാഴയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേക അതിൻ്റെ ആ ഒരു കളർ കോഡ് ഉണ്ടല്ലോ, അതിൻ്റെ പഴത്തിൻ്റെ ഏത് പഴമായാലും അതിൻ്റെ പഴത്തിൻ്റെ ഒരു നല്ല കളറിങ് ആണ്, നല്ല ലെക്സ്ചർ കിട്ടും അതിൽ. കാരണം അതിൽ ടേസ്റ്റ്, കാരണം ഇത് നമ്മൾ പണ്ട് പലരും പറഞ്ഞിരുന്നു അതിൻ്റെ കൊല മുറിച്ച് കഴിഞ്ഞിട്ട് അത് കുടപ്പൻ പൊട്ടിച്ച് അതിലേക്ക് തേച്ച് കൊടുക്കാനൊക്കെ പറയും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അതായത് നല്ല ക്വാളിറ്റിയുള്ള ആ നല്ല ടേസ്റ്റ് ആ വാഴപ്പഴത്തിന് കിട്ടും. അത് പലരും അപ്ലൈ ചെയ്തിട്ട് ഇത് എവിടെ നിന്നാണ് എന്താണ് ഇതിന് കൊടുത്തതെന്ന് അന്വേഷിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിന് എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യാൻ കാരണം ഇത് അത്രയും ഗുണമുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കൂ, വാങ്ങിക്കൂ, ഉപയോഗിക്കൂ. 2 മില്ലി അല്ലെങ്കിൽ 2 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് വേണ്ടു. സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ താഴെ ഡ്രഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കടക്കിൽ ഒഴിച്ചു കൊടുക്കാനോ ഉപയോഗിക്കാം. ഇത് നല്ല റിസൾട്ടാണ്, ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ, ഞാൻ ഗ്യാരണ്ടി.